നോക്കൂ. അപ്പോൾ പറഞ്ഞ പോലെ ഞാനും ഇവിടെ ഒരു വ്ളോഗിൻ്റെ ചാനൽ, എൻ്റെ പഴയ ചാനൽ തന്നെ ഒന്ന് തട്ടിക്കൂട്ടി ആ വ്ളോഗാക്കി ഞാനും തുടങ്ങാൻ പോവാന്ന്. നമ്മളെ ഒപ്പരമുള്ള ആരാന്ന് നോക്കിയാൽ അരുണേട്ടൻ. അപ്പോൾ നമ്മളെങ്ങോട്ടായിരുന്നു പോകുന്നത്? നമ്മളെ ലോഡ് അങ്ങോട്ടായിരുന്നു എറണാകുളത്ത് പറവൂരേക്കാണ് നമുക്ക് ലോഡ്. ഇപ്പോൾ ഏതാണ്ട് എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചാൽ VK പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ബാക്കിയൊക്കെ വഴിയെ എന്താ പറയുക കാണിച്ചു തരട്ടെ. നമ്മളെ പിന്നെയും ചതിച്ചു, ഫുൾ ബ്ലോക്കായി പോയി. നോക്കിയേ, ആ സൈഡിലേക്ക് ഫുള്ള് ബ്ലോക്കാണ്. താഴെക്കൂടെ മര്യാദയ്ക്ക് പോയത്, താഴെ പരന്ന് വിശാലമായിട്ട് കിടക്കുന്നത്. ശരിയല്ലേ, വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലെ പോയില്ല. ആ മുന്നിലായാലും വലിയ ബ്ലോക്കാ. എന്താ ട്രാവലറും അങ്ങോട്ട് വന്ന്? എന്താ ആടെ ബോർഡ്, കോട്ടക്കൽ കൊച്ചിൻ. എന്ത് പരിപാടിയാ? എല്ലാ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ബ്ലോക്കാവണമല്ലോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു ഇവിടെ ചെറിയൊരു ബ്ലോക്ക് നമുക്ക് കുടുങ്ങിയത്. ഈ വണ്ടി എടുത്തതിന് ശേഷം ആദ്യത്തെ ബ്ലോക്കാട്ടോ. അല്ലേ, നമുക്ക് ആദ്യം കുടുങ്ങിയ ഫസ്റ്റ് കുടുങ്ങിയ ബ്ലോക്കല്ലേ ഇത്. വേറെ എവിടെയും ബ്ലോക്കൊന്നും കുടുങ്ങിയില്ല. ഗൈസ് നോക്കിയാൽ ഫുള്ള് ബ്ലോക്ക് ആൻഡ് പരിവട്ടം, ബ്ലോക്കും പരിവട്ടമാണ് ഗൈസ്. ഓട്ടോമാന്മാരൊക്കെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. രണ്ട് തലക്കിലും ഇങ്ങനെ വണ്ടി ആയാൽ ഇങ്ങനെ ശരിയാവുക. ഐ തിങ്ക് ദാറ്റ് അപ്പുറത്തെ സൈഡ് റോഡ് ഇതാ അങ്ങോട്ടൊക്കെ കാലിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു, അല്ല അതാ ഈ അറ്റത്ത് എനിക്ക് തോന്നുന്നു ആടെ എന്തോ റോഡ് പണി നടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. നിർത്തിയിട്ടായിരിക്കും. നമ്മളെ മുന്നിൽ ഇതൊക്കെയാണ് വണ്ടികളിൽ. അപ്പോൾ ഗൈസ്, നീണ്ട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെയോ ഈ ബ്ലോക്കിൻ്റെ അകത്ത് ഞാളൊന്ന് തരണം ചെയ്തൊന്ന് റോഡ് ഇപ്പോഴത്തേക്ക് കടന്നു കിട്ടി. ഇതെന്താ സംഭവം എന്നൊരു തിരുവാടും കിട്ടുന്നില്ല ഗൈസ്. അപ്പുറത്ത് എന്തോ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അവിടെയൊക്കെ റെഡി, അവിടെയൊക്കെ ബ്ലോക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് ബ്ലോക്കാണ്, എന്താണെന്നോ ഒന്നും അറിയില്ല. അവിടെ ഇങ്ങനെ റോഡൊന്നും ഇല്ല, റോഡിലൊക്കെ കാര്യമാണ്. എന്താണെന്ന് ഇനി നമുക്ക് വഴിയെ കാണാം ഗൈസ്. അതേ സമയത്ത് മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ ആകാശം നോക്കി, ഇങ്ങനെ മഴ പൊടിഞ്ഞ് തുടങ്ങി. അതും മറ്റേ എയർ ബ്ലോക്ക് കത്തിക്കുന്ന സ്വിച്ചാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ ടാറ്റേൻ്റെ അൾട്ര 2021 മോഡൽ വണ്ടി കേട്ടോ. ഭയങ്കര പാപി ചെന്നടം പാതാളം എന്ന് പറയുന്നല്ലോ നമ്മളവസ്ഥ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ബ്ലോക്ക്. ഇതാടുത്ത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ ബ്ലോക്ക് ആണെങ്കിലും നമുക്ക് ഇവിടെയും കാണാൻ എന്താ പറയുക നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. നോക്കിയേ, കൂരിയാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഏതായിരുന്നു കേട്ടോ സ്ഥലത്തിൻ്റെ പേര്? കൂരിയാട്. അടിപൊളി കാഴ്ചയാണ്. പക്ഷേ ഇത് ക്യാമറേൻ്റെ അകത്ത് എത്രമാത്രം വിസിബിൾ ആകുന്നെന്ന് എനിക്കറിയില്ല. ഈ റോഡിൻ്റെ ഒരു വ്യൂ നോക്കിയാൽ, ഈ റോഡിൻ്റെ വ്യൂ ഉണ്ടോ? ഇതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഈ പാലം. ഇതിപ്പം വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാനലിലെ വ്യൂ എടുക്കുന്നത് അപ്പോൾ കണ്ടില്ല, ഇത്രയും ലെവലായിട്ട് ഞാൻ എടുത്തിട്ട് വെച്ചാണ്. ഇത്രയും കാണിക്കണം, ഇത്രയും ലെവലായിട്ട്, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് റോഡ്. അതായത് നമുക്ക് നോർത്ത് സൈഡ് വേണേൽ അത്രയും ലെവലായിട്ട് കാണാം. സ്ട്രെയിറ്റ് റോഡ് എന്നൊക്കെ പറയുന്നത് അത്രയും ഒരുപാട് ബ്ലോക്കാണ് ഓർത്തിട്ടുണ്ട്. കോട്ടക്കൽ ബ്ലോക്ക്, വളാഞ്ചേരി ബ്ലോക്ക്, ആ കണ്ടമാനം ബ്ലോക്കൊക്കെ ഒഴിവാക്കി കിട്ടും ഈ ഒരൊറ്റ ബൈപ്പാസ് വന്നതിന് പോകുന്നത്. നമുക്കിപ്പോൾ 6:30 ആ
ഇപ്പോൾ ശരിക്കും കോട്ടക്കൽ പാസ് ചെയ്തിട്ട് ഉണ്ടാവും. കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളാഞ്ചേരി കഴിയുമ്പോൾ കുറ്റിപ്പുറം എത്താനാണ്. കുറ്റിപ്പുറത്തിൽ ഇടയിൽ ഒന്ന് ചായ കുടിക്കാൻ നിർത്തണം. മറ്റേ ഉണ്ടാക്കും വിശക്കുന്നുണ്ട്, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. രാവിലെ ചായ കുടിച്ചതാണ്, എനിക്ക് ചെറുങ്ങനെയും വിശക്കുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ചായ കുടിക്കാൻ നിർത്തണം. നമ്മളവസാനം ഇതാ ഇവിടെ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തെത്തി. ഇവിടെ നമ്മളെ ലോഡ് ടയറാണ്. എന്താ നമ്മളെ വണ്ടി ഇതാട്ടോ, ഡിസൈൻസ് ടാറ്റ അൾട്ര. പിന്നെന്താ EX 1918T ടാറ്റേൻ്റെ അൾട്ര. അതാ ഇന്നലെ കഷ്ടപ്പെട്ട് ഞാനും എറണാകുളത്തോട് കെട്ടിയ പായാണ് ഗൈസ്. എന്താ ആശാ എന്താ അവിടെ കുത്തുന്ന ഫോണിൽ സിനിമ എന്തോ കാണുക. അതാരേ ഓയ് അതിനെ ആശാൻ നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട. അപ്പോൾ എന്താ ഈ കമ്പനീൻ്റെ പേരൊന്നും അറിയില്ല, കമ്പനിയിലാണ്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇന്നലെ അപ്പം പറഞ്ഞ പോലെ ബാക്കി വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കട കാപ്പി പോയി. എന്താ വെച്ചാൽ കുറേ ഇരുടായിപ്പോയി. പിന്നെ ഇരുടായി കഴിഞ്ഞാൽ വീഡിയോയിൽ എൻ്റെ ഒന്നാമത് സ്റ്റാർട്ടിങ്ങിലുള്ള വ്ളോഗിങ്ങിൻ്റെ തുടക്കമാണ്. പിന്നെ ആൾക്കാരെ കൂട്ടത്തിലേക്ക് വീഡിയോ എന്ന് പറഞ്ഞ് ഇറങ്ങാനുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പിന്നെ ചെറിയ ചെറിയ മടികളും കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ കുറേയൊക്കെ നൈറ്റിൽ വലിയ ക്ലിയറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ നൈറ്റിലുള്ള ചായ കുടിക്കാൻ പോയതിലൊക്കെ ഒരു ചായ കുടിക്കാൻ പോയിരുന്ന അരുണാറിൻ്റെ ചാനലിൽ കയറി വെക്കാൻ AJ വ്ളോഗ്സ്, അതിൻ്റെ അകത്ത് കയറി വെക്കാൻ ചായ കുടിക്കാൻ നിർത്തി എന്തൊക്കെയോ മൂപ്പരെടുത്തേക്ക്. ഞാൻ പിന്നെ രാത്രി ഇവിടെ എത്തിയപ്പം പറഞ്ഞതിനോട്ട് ഞാൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. രാത്രി ഇവിടെയല്ല കേട്ടോ, വേറൊരു സ്ഥലത്ത് എത്തി. അവിടെ നിന്ന് കുറച്ച് രാവിലെ എണീച്ച് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇപ്പോൾ ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. ഇവിടെ വൈൻഡപ്പ് ആക്കാനല്ല, ഇനിയിപ്പം മാക്സിമം ഞാൻ ശ്രമിക്കാം ഇത് ലോഡ് ഇറക്കുന്ന ഒരു നെക്സ്റ്റ് എപ്പിസോഡ് ആക്കിയിട്ട് ഇടാൻ പറ്റുമോ നോക്കട്ടെ. എന്താ വെച്ചാൽ എനിക്കൊന്നാമത് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ബിഗിനിങ് സ്റ്റേജിലായതുകൊണ്ട് എനിക്കെന്താ പറയുക, ആൾക്കാരെ കൂട്ടത്തിൽ ഈ ക്യാമറയും കൊണ്ട് പോകുന്നോ അല്ലെ ഫോണും കൊണ്ട് പോകുന്നോ വീഡിയോ എടുക്കുന്നോ അതിനോടൊന്നും എനിക്കൊരു എന്താ പറയുക, നമ്മളെ ഒരു അപകർഷതാബോധം എന്ന് അറിയില്ലേ, ഈ ഒരു സംഭവമൊക്കെ ആയിട്ട് ഒരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തെ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കാണ്. മാക്സിമം ഞാൻ എന്താ പറയുക, ഇപ്പം പറഞ്ഞ പോലെ ആ വീഡിയോ നൈസായിട്ട് ആ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. പിന്നെ ഒന്നാമത് വണ്ടീൻ്റെ അകത്ത് ഇപ്പം പറഞ്ഞ പോലെ ഇന്നലെ ഈവനിങ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വണ്ടി ഞാനെടുത്ത് ഇപ്പം പറഞ്ഞ പോലെ അന്നേരം വീഡിയോ എടുക്കാൻ കഴിയില്ല. ഞാനതുകൊണ്ട് നല്ല മഴ അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ എന്താ പറയുക വീഡിയോസ് പിന്നെ ബാക്കി എന്താ പറയുക ഈ നൈറ്റ് ആകുന്നതോ അങ്ങനത്തെ ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളോ ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. നമുക്ക് എന്താ പറയുക മാക്സിമം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പം പറഞ്ഞ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ട്രാവൽ വ്ളോഗും അങ്ങനത്തെ ലോറി ആയിട്ട് പോകുന്നതും അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ബൈ.